കഴിഞ്ഞ വർഷം വരെ എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെയൊക്കെ വെച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ പുള്ളിക്ക് മനസ്സിലായി ഇത്തവണയും അതേമാതിരി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഞാനെടുത്ത് വീഡിയോ ചെയ്യുമെന്ന്. അതുകൊണ്ട് നാണക്കേട് ഭയന്നാണോ എന്താണെന്നറിയത്തില്ല, എന്നോട് ആദ്യമേ പറഞ്ഞു നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ MG റോഡിലുള്ള ജയലക്ഷ്മി സിൽക്സിലാണ് ആദ്യം വന്നത്. അവിടുത്തെ ഈ ലൈറ്റിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സ് നോക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചാകരയാണ് കേട്ടോ. ആക്ച്വലി ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പെറുക്കുന്നത് ഞാനല്ല, അച്ഛനും മോളും കൂടെയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ. പക്ഷേ അതിൽ എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് എടുക്കുന്നത്. ഏതെടുത്തു കഴിഞ്ഞാലും ഒരു പരാതിയില്ലാതെ അതെടുത്തോ എന്നാണ് എൻ്റെ അടുക്കൽ എപ്പോഴും പറയുന്നത്. പക്ഷേ അവിടുത്തെ സെലക്ഷനും പ്രൈസും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് കല്യാണിൽ വന്നിരിക്കുകയാണ്. കല്യാണിലാണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് കുറച്ച് എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ എടുക്കുന്നത്. അത് എനിക്ക് ഇത്തിരി കൂടെ ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്തവണ കല്യാണമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്, ഈവൻ വിലയിലും. ആ സമയത്താണ് അമൽ ഒരു സ്കേർട്ട് എടുത്തിട്ട് വന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് അത് എനിക്കാണെന്ന്, അല്ല അവക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഞങ്ങളത് എടുത്തില്ല. ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ബില്ലിങ്ങിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ട്വിസ്റ്റ്, നിങ്ങൾ കണ്ടു നോക്ക്. എടി ഗിഫ്റ്റ് തന്നിട്ട് ബില്ലൂടെ തന്നടി.